നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായകനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ പുളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൈപ്പമംഗലം അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളുടെ നടന്നു. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉത്തരം വെപ്പ് ചടങ്ങ് നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായകനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. രാവിലെ 10:45 11:45 ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു രണ്ട് പന്തലുകളുടെയും കാൽനാട്ട്. ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ നിജി ജസ്റ്റിൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, തൃശൂർ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടകക്കാരും പങ്കെടുത്തു. ആദ്യം നടുവിലാൽ പന്തലിനും പിന്നാലെ നായ്ക്കനാൽ പന്തലിലും ആയിരുന്നു കാൽനാട്ട്. 20-നാണ് കൊടിയേറ്റവും. 24-ന് സാമ്പിൾ വെടിക്കെട്ടും നടക്കും. 26-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ പുളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. അത്തരം നേതാക്കൾക്ക് തെറ്റിദ്ധരുത്തുവാനാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് സുനിൽ ലാലൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കാളികളാവാത്ത നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിലിരുന്ന് നടത്തിയാൽ മതിയെന്നും സുനിൽ ലാലൂർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന CC മുകുന്ദൻ 2021 CPI സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ ഇവിടെ 5 വർഷക്കാലം MLA. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജനാധിപത്യ ചേരിയിൽ നിന്നും വിട്ട് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാവുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ മതേതര മുന്നണിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേരാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിനെ ഇവിടെ സ്വയം പ്രഖ്യാപിത UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അത് നമ്മുടെ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം മതേതര ചേരിയാണോ BJP ചേരിയാണോ എന്ന് മനസ്സിലാക്കണ്ടേ. അദ്ദേഹം തിരിച്ചു വന്ന് ഒരു ദിവസം കൊണ്ട് BJP സ്ഥാനാർത്ഥിയായി. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദൻ്റെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതിനാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി വേണം രാഷ്ട്രീയപരമായി. കൈപ്പമംഗലം അയിരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവവും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളുടെ നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വൈകിട്ട് നടന്ന കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. വഴിയമ്പലം സെന്ററിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് വിവിധ താളമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. എഴുന്നള്ളിപ്പിന് ശേഷം നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയും രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടന്നു. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉത്തരം വെപ്പ് ചടങ്ങ് നടത്തി. ക്ഷേത്രം മേൽശാന്തി രാജശേഖരൻ എംബ്രാന്തിരി നേതൃത്വം നൽകി. ഗുരുവായൂർ സായി ട്രസ്റ്റ് ചെയർമാൻ ഹരിനാരായണ സ്വാമി, ഹരിതം ഗ്രൂപ്പ് ചെയർമാൻ ഹരിദാസ് സ്വാമി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. തൃപ്രയാർ കിഴക്കേനട സരയൂ തീരത്തെ താൽക്കാലിക കവാടത്തിലും ദീപസ്തംഭത്തിലും സാമൂഹ്യ വിരുദ്ധർ ചെളിതേച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി തൃപ്പയാർ കിഴക്കേനട പൂരാഘോഷ കമ്മിറ്റി താൽക്കാലികമായി സ്ഥാപിച്ച കവാടത്തിലും സമീപത്തെ ദീപസ്തംഭത്തിലുമാണ് ചെളി തേച്ച് വൃത്തികേടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എത്തിയ ആളുകളാണ് സംഭവം അറിഞ്ഞത്. ഇതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ദേവസ്വം അധികൃതരും സ്ഥലത്തെത്തി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ദേവസ്വം അധികൃതർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇതിനാലപ്പോൾ DYSP സന്തോഷ് കുമാർ M, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സരീഷ് ശങ്കരൻ, അന്തിക്കാട് CI കേഴ്സൺ, ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, താനി പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചിരുന്നു. കൂടൽമാണിക്യം ക്ഷേത്രം മതിൽക്കെട്ടിനകത്തെ നിർമ്മാണങ്ങൾക്കെതിരെ തന്ത്രിമാർ രംഗത്ത്. നിർമ്മാണങ്ങൾ തങ്ങളുമായി കൂടിയാലോചിക്കാതെയാണ് നടത്തുന്നത് തന്ത്രിമാർ വ്യക്തമാക്കി. ക്ഷേത്രത്തിന്റെ തെക്കേ നടപ്പുരവാതിൽ വീതി കൂട്ടി നിർമ്മിച്ചതിനും വെടിക്കെട്ടുപുരയോട് ചേർന്ന് മറ്റൊരു കെട്ടിടം നിർമ്മിക്കുന്നതിനും തങ്ങളോട് അനുമതിയോടെയല്ലെന്ന് തന്ത്രിമാർ പറഞ്ഞു. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് എന്ത് നിർമ്മാണം നടത്തുന്നതിനും തന്ത്രിമാരുടെ അനുമതി ആവശ്യമാണ്. യാഗശാലയിലാണ് ദേവന്റെ പ്രതിഷ്ഠ എന്നുള്ളത് കൊണ്ട് കൂടൽമാണിക്യം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നിർമ്മാണം നടത്തണമെങ്കിൽ തത്വശാസ്ത്രപ്രകാരം ക്ഷേത്രത്തിന്റെ യാഗശാലയുമായി സംയുക്തമായി കണക്ക് കൂട്ടി നോക്കണം. നേരത്തെ ആനവാതിൽ പൊളിച്ച് വീതി കൂട്ടി പണിയുന്ന സമയം തെക്കേ നടവാതിലും വീതി കൂട്ടി പണിയുന്നതിനും ആലോചിച്ചുവെങ്കിലും തത്വശാസ്ത്ര വിദഗ്ധരുടെ അനുമതി ലഭിച്ചിരുന്നില്ല. കിഴക്കേ നടപ്പുരയുടെ വീതിയേക്കാളും കുറവ് മാത്രമേ പടിഞ്ഞാറ് നടപ്പുര പാടുള്ളൂ. അതിനേക്കാളും കുറവേ തെക്കേ നടപ്പുര പാടുള്ളൂ. ഇത് പരിഗണിക്കാതെയാണ് വീതി കൂട്ടിയിരിക്കുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതിനാൽ തത്വശാസ്ത്രം നോക്കാതെ വെറുതെ കണക്ക് നോക്കി ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് നടക്കുന്ന അനധികൃത നിർമ്മാണവും തെക്കേ നടപ്പുര വഴി വീതി കൂട്ടുന്നതും ഉചിതമല്ലെന്ന് തന്ത്രിമാർ വ്യക്തമാക്കി. എന്നാൽ ആളുകളുടെ സുരക്ഷ പരിഗണിച്ച് ഈ വാതിൽ വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തെക്കേ വാതിൽ വീതി കൂട്ടി നിർമ്മിച്ചതെന്നും വെടിപ്പുരയും വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനും വ്യത്യസ്ത സ്ഥലങ്ങൾ വേണമെന്ന് ഫയർ ആൻഡ് എക്സ്പ്ലോസീവ് വിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ് വെടിമരുന്ന് സൂക്ഷിക്കാൻ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്നും ദേവസ്വം അറിയിച്ചു. ഇല്ലെങ്കിൽ ലൈസൻസ് നൽകില്ല എന്ന തീരുമാനത്തിലാണ് എക്സ്പ്ലോസീവ് വിഭാഗം. മാത്രമല്ല, കൊടിമരത്തിന്റെ കണക്ക് നോക്കാൻ എത്തിയ വേളയിൽ തത്വശാസ്ത്ര വിദഗ്ധൻ പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് വെടിമരുന്ന് സൂക്ഷിക്കാൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം കണക്ക് നൽകിയെന്നും 2 നിർമ്മാണങ്ങൾക്കും തന്ത്രി അനിപ്രകാശ് നമ്പൂതിരി അനുമതി നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം വ്യക്തമാക്കി. CPM നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിയായ SC പ്രമോട്ടർ രാജിവെച്ചു. കുന്നംകുളം നഗരസഭയിലെ SC പ്രമോട്ടർ സ്വാതി സോമനാണ് രാജിവെച്ചത്. കുന്നംകുളം CPM ലോക്കൽ സെക്രട്ടറി ബബീഷ് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഓഡിയോ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്തതിനാണ് ഭീഷണി. കുന്നംകുളം പയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറിയായ സ്വാതി നഗരസഭയിൽ 3 വർഷമായി SC പ്രമോട്ടറായിരുന്നു. ക്യാൻസർ അതിജീവിത കൂടിയാണ് സ്വാതി. അതേസമയം CPM അനുഭാവിയായി തുടരുമെന്ന് സ്വാതി പറഞ്ഞു. 35 താഴ്ചയിലേക്ക് വീണ വയോധികയ്ക്ക് രക്ഷയേകി മെഡിക്കൽ കോളേജ് പോലീസ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് പുറകിലുള്ള ഉപയോഗശൂന്യമായ മഴവെള്ള സംഭരണിയിൽ വീണ 77 വയസ്സുള്ള ഇരിഞ്ഞാലക്കുട സ്വദേശിയായ വയോധികയ്ക്കാണ് മെഡിക്കൽ കോളേജ് പോലീസ് രക്ഷകരായത്. വിവരം അറിഞ്ഞ ഉടൻ SI രാജേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശ് ചന്ദ്രൻ, ശ്രീജിത്ത്, അഭയ് ഘോഷ് എന്നിവർ സ്ഥലത്തെത്തി വടം ഉപയോഗിച്ച് വയോധികയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നിസാര പരിക്കേറ്റ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി SN പുരം റൈഡേഴ്സ് ക്ലബ്ബ് പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച പ്രഭാത സവാരി ക്ലബ് രക്ഷാധികാരി ഹരീഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രസിഡന്റ് പ്രേംസി ശങ്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൂരജ് CP, ജോയിന്റ് സെക്രട്ടറി അനു കാരണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അശ്രദ്ധമായി പാർക്ക് ചെയ്ത ടിപ്പറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വയോധികന് ദാരുണാന്ത്യം. പൈപ്പറമ്പ് സ്വദേശി കുന്നത്തുവീട്ടിൽ 24 വയസ്സുള്ള നാരായണനാണ് മരിച്ചത്. പഴയന്നൂർ തിരുവില്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാത ജംഗ്ഷൻ സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടമുണ്ടായത്. പാർക്ക് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാതെ റോഡരികിൽ അപകടകരമായ രീതിയിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. തിരുവല്ലാമല പഞ്ചായത്തിൽ കുടിവെള്ളം വിതരണം നടത്തിയിരുന്ന ടിപ്പർ ലോറിയാണ് നിർത്തിയിട്ടിരുന്നത്. അപകടം നടന്ന ഉടൻ നാട്ടുകാർ നാരായണനെ ഒറ്റപ്പാലം വള്ളൂരാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല.
തൃശൂർ നഗരത്തിൽ ബസ് കണ്ടക്ടർക്ക് നേരെ തോക്ക് ചൂണ്ടി. വടക്കേ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന യുവാവ് നെല്ലുവായി എരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസ്സിലെ കണ്ടക്ടർക്ക് നേരെ എയർഗൺ ചൂണ്ടിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ പോലീസിന് വിവരമറിയിച്ചു. ടൗൺ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ചെളിങ്ങാട് മണ്ണുങ്ങൽ ഗ്രാമം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പമംഗലം പഞ്ചായത്തിലെ മണ്ണുങ്ങൽ വാർഡിൽ കന്നി വോട്ടർമാർക്ക് മധുരം നൽകി. ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹൽവ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ സൈനുദ്ദീനും വാർഡിലെ വികസന സമിതി അംഗങ്ങളും ചേർന്ന് മധുരം നൽകാൻ തീരുമാനിച്ചത്. വാർഡിലെ 50ഓളം കന്നി വോട്ടർക്കാണ് മധുരം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ അനസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PM സൈനുദ്ദീൻ, വികസന സമിതി അംഗങ്ങളായ TA അഹമ്മദ്, നൂറുദ്ദീൻ, അനസ് കായ്, റസൽ ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശ്വാസികളെ, ഇക്കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടർമാർക്ക് ഇലക്ഷൻ കമ്മീഷണർ ഒരു ഹലുവ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണുങ്ങൽ ഗ്രാമം 7-ാം വാർഡിലുള്ള ആ ഗ്രൂപ്പിൻ്റെ ഒരു മധുരം ഹൽവ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ചെയ്യാൻ വന്നത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ്. അവരുടെ അവകാശങ്ങൾ അവർ വോട്ട് ചെയ്ത് തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മധുരം കൊടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായക്കനാൽ പന്തലുകളുടെ കാൽനാട്ടുകർമ്മം നടന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ പുളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൈപ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളുടെ നടന്നു. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഉത്തരം വെപ്പ് ചടങ്ങ് നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.